പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തൻ്റെ മഹത്വം കൊണ്ട് ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. കുരിശിൽ മാരിച്ചവർ ഞാൻ സന്നദ്ധയായിരിക്കുന്നു. ആമേൻ. കൊറേത്താട് രണ്ടാം പുസ്തകത്തിൽ നിന്നും പാറയ്ക്കുമ്പോൾ ഇസ്രായേൽ സമൂഹം ഏലീമിൽ നിന്ന് പുറപ്പെട്ട ഏലീമിനും സീനായിക്കും ഇടയ്ക്ക് സീൻ മരുഭൂമിയിലെത്തി. ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം മാസം 15-ാം ദിവസമായിരുന്നു അത്. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ സമൂഹം ഒന്നടങ്കം മോശയ്ക്കും അഹ്റോനും എതിരായി പിറുപിറുത്തു. ഇസ്രായേലോർ അവരോട് പറഞ്ഞു, ഈജിപ്തിൽ പാത്രത്തിന് അടുത്തിന് തൃപ്തിയാവുവോളം അപ്പം തിന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവിൻ്റെ കരത്താൽ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ സമൂഹം മുഴുവനെയും പട്ടിണിയിട്ട് കൊല്ലാനായി ഞങ്ങളെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ആകാശത്തിൽ നിന്ന് അപ്പം വർഷിക്കും. ജനങ്ങൾ പുറത്തിറങ്ങി ഓരോ ദിവസത്തേക്കും ആവശ്യമുള്ളത് ശേഖരിക്കട്ടെ. അങ്ങനെ അവർ എൻ്റെ നിയമം അനുസരിച്ച് നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ പരീക്ഷിക്കും. 6-ാം ദിവസം നിങ്ങൾ ശേഖരിക്കുന്നത് അകത്ത് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അത് ദിനംപ്രതി ശേഖരിക്കുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും. മോശയും അഹ്റോനും എല്ലാ ഇസ്രായേൽക്കാരോടുമായി പറഞ്ഞു, കർത്താവാണ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നതെന്ന് സന്ധ്യയാകുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കും. പ്രഭാതമാകുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ മഹത്വം ദർശിക്കും. കാരണം തനിക്കെതിരായി നിങ്ങളുടെ പുറപ്പുറപ്പുകൾ കർത്താവ് കേട്ടിരിക്കുന്നു. ഞങ്ങൾക്കെതിരായി നിങ്ങൾ ആവലാതിപ്പെടുവാൻ ഞങ്ങൾ ആരാണ്? മോശ പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വൈകുന്നേരം മാംസവും രാവിലെ വേണ്ടുവോളം അപ്പവും കർത്താവ് തരും. എന്നാൽ അവിടത്തേക്കെതിരായിട്ടുള്ള നിങ്ങളെ ആവലാദികൾ അവിടുന്ന് കേട്ടിരിക്കുന്നു. ഞങ്ങൾ ആരാണ്? നിങ്ങളുടെ ആവലാദികൾ ഞങ്ങൾക്കെതിരായിട്ടുള്ള കർത്താവിനെതിരായിട്ടാണ്. അനന്തരം മോശ അഹ്റോനോട് പറഞ്ഞു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവീൻ. എന്നാൽ കർത്താവ് നിങ്ങളെ ആവലാദികൾ കേട്ടിരിക്കുന്നു. അഹ്റോൻ ഇസ്രായേൽ സമൂഹത്തോട് സംസാരിച്ചപ്പോൾ അവർ മരുഭൂമിയിലേക്ക് നോക്കി. അപ്പോൾ കർത്താവിന്റെ മഹത്വം മേഘത്തിൽ പ്രത്യക്ഷപ്പെട്ടു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു. അവരോട് പറയുക, സായങ്കാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും. പ്രഭാതത്തിൽ അപ്പവും കർത്താവായി ഞാനാണ് നിങ്ങളുടെ ദൈവം എന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും. മഹത്വമുള്ള ഏഷ്യാ ദീർഘദർശിയുടെ പുസ്തകത്തിൽ നിന്നും പാറയ്ക്കുമോർ. കർത്താവ് അരുളി ചെയ്യുന്നു, ന്യായം പാലിക്കുക, നീതി പ്രവർത്തിക്കുക. ഞാൻ രക്ഷ നൽകുവാൻ പോകുന്നു. എൻ്റെ നീതി വെളിപ്പെടും. ഇവ പാലിക്കുന്നവൻ, ഇവ മുറുകെ പിടിക്കുന്നവൻ മർത്യൻ. സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. കർത്താവ് തൻ്റെ ജനത്തിൽ നിന്ന് എന്നെ തീർച്ചയായും അകറ്റി നിർത്തുമെന്ന് അവിടുത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ ഞാൻ വെറുമൊരു ഉണക്ക വൃക്ഷമാണെന്ന് ഷണ്ടനോ പറയാതിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രീപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും. ഒരിക്കലും തിരിച്ചുമാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത്. എന്നെ സേവിക്കുവാനും എൻ്റെ നാമത്തെ സ്നേഹിക്കുവാനും എൻ്റെ ദാസരായിരിക്കുവാനും എന്നോട് ചേർന്ന് നിൽക്കുവാനും സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹന ബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും. ബാറയ്ക്കുമോൾ.
Shihayil Chamdium Snehibdavare. This week we are celebrating the birthdays of Jenna this birthdays of Anastasia Abraham and Veronica Abraham on 9th, Rachel Abraham Alexander on 10th, Sichin Varghese on 11th, Jenna Plamutil on 11th. Let us remember all these people now prayer. പ്രത്യേകമായി വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ സിറ്റി ചാക്കോ നമ്മുടെ കുഞ്ഞുമുള്ള ആൻറ്റിയുടെ സഹോദരിയുടെ ഭർത്താവ് കഴിഞ്ഞ ദിവസം നാട്ടിൽ മരിച്ചു. ദാസൻ്റെ ആത്മാവിന് വേണ്ടി പ്രത്യേകമായിട്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. Pray, my brothers and sisters, that I may be worthy to celebrate this sacred mystery for the whole church. May the Lord be pleased with your prayers and sacrifice, and having accepted your offerings, grant us communion with you.
earth, and John who baptized you shall be intercessors on our behalf. Have mercy on us, O Lord. Prayers of your mother and saints, intercede for us, Lord. I will praise you, Lord and King, Word of God and firstborn of heavenly Father, who by his nature is immortal, O Son of God, for life and salvation of mankind you seek to come down, and you took flesh from Virgin Mary, pure Mother of God. Without change you became man, and you were crucified. By your death you trampled on our death, warning triune God. Worship and glorify with the Father and the Holy Spirit. Lord, have mercy. Holy are you, O God. Holy are you, the mighty. Holy are you, the immortal, who were crucified for us. Have mercy on us. Holy are you, O God. Holy are you, the mighty. Holy are you, the immortal, who were crucified for us. Have mercy on us. Holy are you, O God. Holy are you, the mighty. Holy are you, the immortal, who were crucified for us. Have mercy on us. Kyrie eleison, Kyrie eleison, Kyrie eleison. Chosen apostles went into the four quarters of this entire earth, and among Gentiles preached the gospel of Jesus Christ the Savior. Blessed are those who embrace this gospel, for they shall inherit God's kingdom. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന. And let his mercy be upon us forever. നമ്മുടെ കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും യഹൂദരുടെയും ഗ്രീക്കുകാരുടെയും ഇടയിൽ ഞാൻ സാക്ഷ്യം നൽകി. ഇതാ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു.
അവിടെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ. കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നതെന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് എന്ന് മാത്രം എനിക്കറിയാം. എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിട്ടുള്ള ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാൻ സഞ്ചരിച്ചു. എന്നാൽ ഇതാ ഇനി ഒരിക്കലും നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ലെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. തന്മൂലം നിങ്ങളിൽ ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ അവൻ്റെ രക്തത്തിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഇന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഹിതം മുഴുവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവേൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. എൻ്റെ വേർപാടിന് ശേഷം ക്രൂരരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ മധ്യേ വരുമെന്നും അവ അജഗണത്തെ വെറുതെ വിടുകയില്ലെന്നും എനിക്കറിയാം. ശിഷ്യരെ ആകർഷിച്ച് തങ്ങളുടെ പിന്നാലെ കൊണ്ടുപോകാൻ വേണ്ടി സത്യത്തെ വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നവർ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകും. അതിനാൽ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുവേൻ. 3 വർഷം രാപ്പകൽ കണ്ണീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെ ഉപദേശിക്കുന്നതിൽ നിന്ന് ഞാൻ വിരമിച്ചിട്ടില്ല എന്ന് അനുസ്മരിക്കുവേൻ. നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെയും ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. ബാറയ്ക്കുമോർ. Preaching of Paul, holy apostle, I heard. If someone shall teach anything other than what I have taught you, though he be heaven's messenger, that Christ shall be in the church. Divers doctrines spread on earth, many are those who embrace them. Who stands firm in God's teachings, he shall ever be called blessed. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും വായിക്കുമ്പോൾ Praise the Lord of the apostles, and let his mercy be upon us forever. അപ്പോൾ നന്മയായിട്ടുള്ളത് എനിക്ക് മരണമായി തീർന്നോ? ഒരിക്കലുമല്ല. പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എന്നിൽ മരണമുളവാക്കിയത്. ഇത് പാപമായിട്ട് തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി പൂർവാധികം പാപകരമായി തീരുന്നതിനും വേണ്ടിയാണ്. നിയമം ആത്മീയമാണെന്ന് നാം അറിയുന്നു. നാം പാപത്തിനടിമയായി വിൽക്കപ്പെട്ട ജഡീകനാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. അതിനാൽ അതായത് എൻ്റെ ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ഇച്ഛിക്കാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എന്നാൽ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിൻ്റെ നിയമത്തെ ഓർത്ത് ആഹ്ലാദിക്കുന്നു. എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്നതിന് വേറൊരു നിയമം ഞാൻ കാണുന്നു. അതെൻ്റെ അവയവത്തിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ. മരണത്തിന് അധീനമായി മനുഷ്യ ശരീരത്തിൽ നിന്ന് എന്നെ ആരും മോചിപ്പിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ദൈവത്തിൻ്റെ നിയമത്തെ സേവിക്കുന്നു.
എൻ്റെ ശരീരം കൊണ്ട് പാപത്തിൻ്റെ നിയമത്തെയും പാറയ്ക്കുമ്പോൾ And devotion, let us listen to the living word of God, which is being read before us, the holy gospel of our Lord Jesus Christ. May the Lord make us worthy of it. Peace be with you. And with your spirit. The Holy Gospel of our Lord Jesus Christ, the life-giving message from the Apostle Matthew, who preaches life and salvation to the world. Blessed is he who has come and is to come. Glory to the one who has sent him, and let his blessings be upon us forever. The time of the public life of our Lord God and Savior Jesus Christ, the living Word of God who took flesh of the Holy Virgin Mary, these things were told. We believe and confess it. Then Jesus went from that place and withdrew to the region of Tyre and Sidon. And behold, a Canaanite woman of that district came and called out, "Have pity on me, Lord, Son of David. My daughter is tormented by a demon." But he did not say a word in answer to her. His disciples came and asked him, "Send her away, for she keeps calling out after us." He said in reply, "I was sent only to the lost sheep of the house of Israel." But the woman came and did him homage, and saying, "Lord, help me." He said in reply, "It is not right to take the food of the children and throw it to the dogs." She said, "Please, Lord, for even the dogs eat the scraps that fall from the table of their masters." Then Jesus said to her in reply, "O woman, great is your faith. Let it be done for you as you wish." And her daughter was healed from that hour. Peace be with you. With fervor we shall observe the great fast of Advent. Those who died in Christ obtained through this victory, through this Moses shown on the mountain and on
of the Son, and of the Holy Spirit. Amen. Dear brothers and sisters, we are on the fourth Sunday of the Great Lent, almost the middle of our Great Lent. Next Wednesday, we are going to celebrate the middle day of the Great Lent. During this time of Great Lent, as we move Lenten journey towards the Paschal mysteries of our Lord Jesus Christ, we must continue to prepare our heart and mind and soul, so that through our lives, the gospel of our Lord, the salvation mystery, is going to proclaim through our life. During this Lent season, we are called to live the gospel, and also we are surrendering ourselves in front of God. In today's gospel, the title of the gospel is The Canaanite Woman's Faith. What is our faith in God? During this time, we are spending a lot of time for prayer. With a lot of good faith, we are ready to pray, and we are ready to take sacrifice for ourselves and for our community. We are ready to help others. So we are called to live our comfort zone. And today, this Canaanite woman, she came out of her comfort zone and she came in front of God. Today, our Lord Jesus Christ wants to go out of the region, Judah, to the place called Tyre and Sidon. Is known as the place of non-believers. They are called the tribes, even they are not considering as human beings. So Jesus wants to go out of this, their own people, so-called Israel, or God's own people. Today our Lord Jesus Christ is going out of this region and going to preach the word of God to the district of Tyre and Sidon. And today this Canaanite woman came out of her comfort zone and asking for a help in front of God. Even she don't care about others. She wants to get help from Jesus Christ. And also the most important thing today, our Pope Francis is going to visit all these places, Tyre and Sidon and Mosul, and the place in all the places, special places in Iraq. He was ready to go and preach the word of God to these places. He was ready to leave his comfort zone and ready to go in front of the people, those who are in pain and suffering. So during this time of Lent season, is calling us to leave our comfort zone and go out to preach the word of God, go out to give the alms and give out to help to our people, those who are in pain and suffering. പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയുടെ ഈ ഇറാഖ് സന്ദർശനത്തെ ലോകരാജ്യങ്ങളും എല്ലാ മത നേതാക്കളും വളരെ ഭീതിയോടെയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ ലോകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവമൊരുക്കുന്ന സംരക്ഷണത്തിൽ കൂടുതലായുള്ള ഒരു സംരക്ഷണവും ഒരു രാഷ്ട്രത്തിനോ
ഒരു പട്ടാള മേധാവിക്കോ കൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. So Pope Francis was ready to go in front of these people. And he was there to pray for the people. വലിയ വിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ട ഒരു ജനതയുടെ മുൻപിലേക്ക് കടന്നു ചെന്ന് അവരുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കുവാൻ വേണ്ടി പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആ നഗരങ്ങളിൽ സംഭവിച്ച വേദനകൾ, പ്രയാസങ്ങൾ. വിശ്വാസികളുടെ പിതാവെന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ജന്മദേശമായ ഊർ എന്ന ഗ്രാമത്തിലും അതുപോലെ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ച ആ മനുഷ്യരുടെ നാട്ടിലും ഇന്ന് ക്രൈസ്തവ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയിലാണ്. ഓരോ ദേവാലയങ്ങളും തകർക്കപ്പെടുമ്പോൾ അവിടുന്ന് ഉയർന്നതായ നിലവിളികൾ നമ്മൾ കണ്ടു, വേദനകൾ നമ്മൾ കണ്ടു. ഓരോ ദേവാലയത്തിൻ്റെ നാശങ്ങളും നമ്മുടെ കണ്ണ് കണ്ടതാണ്. എന്നാൽ അവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസം എത്രയോ ശ്രേഷ്ഠമാണ്. പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനി വിശുദ്ധരുടെ നാമകരണത്തിലേക്ക് വിളിക്കപ്പെടുവാൻ പോകുന്ന ആ മനുഷ്യരുടെ പേരുകൾ അവിടെയുണ്ട്. അവരുടെ ദേവാലയത്തിൽ കടന്നു ചെന്ന് ഭീകരർ പറഞ്ഞു, "You had to close this door. We are going to destroy this church." Then the priest replied, "I'm not allowed to close the door of the church. I have no right to close the door of the church. You can kill me, you can destroy us, but we are not allowed to close the door." തീഷ്ണതയുള്ള വിശ്വാസമാണ് പ്രിയപ്പെട്ടവരെ ആ മക്കളുടേത്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. ഇന്ന് പരിശുദ്ധ സഭയുടെ തലവനും പിതാവുമായ പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനിയും ലോകം മുഴുവനും ഇന്ന് ആ മക്കളുടെ കണ്ണുനീരും വേദനയും കാണുന്ന ഒരനുഭവമാണ്. അവരുടെ വിശ്വാസത്തെ പ്രകീർത്തിക്കുന്ന ഒരനുഭവമാണ്. ആ വിശ്വാസത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസം എത്രമാത്രമുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അവിടെയുള്ള ഓരോ മനുഷ്യരുടെയും വലിയ പ്രത്യാശയോടെയാണ് ഈ ദൈവത്തിൻ്റെ വചനത്തെ അവർ സ്വീകരിക്കുന്നത്. They are ready to receive the word of God through our Pope Francis. He's going there as not as a religious leader. He's going there with the power of the Holy Spirit. He was ready to sacrifice his life for the people, those who are in good faith. എല്ലാവരും പറഞ്ഞു, ഒന്നിട്ട് പോകരുത്. വലിയ ഭീകരരുടെ താവളങ്ങളാണ് അവിടെയെല്ലാം. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. എന്നാൽ തൻ്റെ ജീവൻ ദൈവജനത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തൻ്റെ ആ വലിയ കൊട്ടാരത്തിൽ നിന്ന് വേദനിക്കുന്ന മക്കളുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ പിതാവിൻ്റെ സ്നേഹവും വാത്സല്യവും ഈ നോമ്പ് കാലത്ത് നമ്മൾ അനുസ്മരിക്കണം. So we have to examine ourselves. Are we ready to go out from our comfort zone? We are staying at home because we are fearing the pandemic. We don't want to get this pandemic. So we thought we are safe. What about other people? Those who are not, they have no home. They have no medical facilities. Even they have no food. What about them? I don't care. എന്നാൽ ഈ നോമ്പിൽ നമ്മളും അവരെക്കുറിച്ച് കരുതുവാൻ തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. Today, this Canaanite woman, she came to Jesus and asking for an help from Jesus because my daughter is in pain. That was the request of this lady. She is going there to ask for help for her daughter. ഒരമ്മയുടെ വേദന അമ്മയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. മക്കൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ തമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടിയുള്ള ത്യാഗങ്ങൾ എത്രമാത്രം ശ്രേഷ്ഠമാണ് നമ്മുടെ അമ്മമാരുടേത്. ആ അമ്മ എല്ലാ
എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ട് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് ആ മക്കൾക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നു. എന്നാൽ തമ്പുരാൻ അത് ചെവിക്കൊള്ളുവാൻ തയ്യാറാകാതിരിക്കുന്നത് പോലെ അഭിനയിക്കുന്നതായിട്ട് നമ്മൾ ഈ സുവിശേഷത്തിൽ വായിക്കുന്നു. എത്രമാത്രം അപമാനിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച ഏറ്റവും വലിയ ഒരു വേദനയുടെ അനുഭവമാണ്. നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും എത്രയോ സങ്കടകരമായ ഒരവസ്ഥയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും പറഞ്ഞു, റബ്ബി അവളെ ഒന്ന് സഹായിക്ക്, അവൾ ഒത്തിരി നേരമായി നമ്മുടെ കൂടെ നടക്കുന്നു, അവൾ ഒത്തിരി നേരമായി പ്രാർത്ഥിക്കുന്നു. Jesus said, "It is not right to take the food of the children and throw it to the dogs." ഈവൻ അവളെ ഒരു മനുഷ്യനായി കാണാതെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ പോലും എണ്ണപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് താഴ്ത്തിയ ഒരു വേദവാക്യം. Actually, Jesus wants to tell these people, that is the mentality of this people, this generation. All these tribes, they are not considering us human beings. They are just animals. അതാണ് ആ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട്. മനുഷ്യരായി പോലും പരിഗണിക്കുവാൻ സാധിക്കാത്തവരുടെ അടുത്തേക്ക് തമ്പുരാൻ ചെന്നുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുകയാണ്. Then the Canaanite woman said, "Please, Lord, for even the dogs eat the scraps that fall from the table of their masters." അവരുടെ യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കഴിക്കുവാനുള്ള യോഗ്യത അത് നായ്ക്കൾക്കുണ്ട്. അത് അവരുടെ അവകാശമാണ്. അത് കൊടുക്കണം, അത് ലഭിക്കണം. Dear brothers and sisters, what is our faith? Sometimes you may get rejections. You may think God is not hearing our prayer. God is not listening my prayer. എൻ്റെ വേദനകളും എൻ്റെ പ്രാർത്ഥനകളും ദൈവം സ്വീകരിക്കുന്നില്ല എന്ന തോന്നൽ നമുക്ക് പലപ്പോഴും ഉണ്ടാകും. ഈ നോമ്പിൽ ഒത്തിരിയേറെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഞാൻ ആയിരുന്നിട്ടുണ്ട്. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അവിടെയെല്ലാം ദൈവത്തിൽ ശരണപ്പെടുന്നവർക്ക്, ദൈവത്തിൽ ഉറച്ച വിശ്വാസമുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും. പ്രിയപ്പെട്ടവരെ, വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇസ്രായേൽ ജനതയുടെ പ്രാർത്ഥന, ഇറാഖിലെ ജനങ്ങളുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച വേദനയിൽ നിന്ന് ഉയർന്നെഴുന്ന പ്രാർത്ഥനകൾ തീർച്ചയായും നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തും. മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ വേദനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്കും ഉത്തരമരുളും. പ്രത്യേകമായി ഈ നോമ്പിൻ്റെ നാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. Barkimos Domen Kalos. Let us pray and beg for mercy and compassion from the Lord. Merciful Lord, have mercy upon us and help us. Make us worthy, O Lord God, to offer praise, thanksgiving, glory, honor, and exaltation without ceasing and at all times forever. Praise to the great Lord who broke his body and gave us to eat, and spilled his blood and gave it to us to drink. Praise to the great Lord who made us inheritors of his heavenly kingdom. To him are due glory, honor, and adoration as this time of the celebration of the divine Eucharist, and at all feasts and hours, times, and all the days of our life,
forever. Barakimor, before the merciful Lord, and before this atoning altar, and before these divine and heavenly mysteries, incense is being set. Let us pray and beg for mercy and compassion from the Lord. Merciful Lord, have mercy upon us and help us. Merciful Lord, who forgive our sins and pardon our offenses, wipe away our great and innumerable sins and those of your faithful people. O Lord God, have pity and be merciful to us. Lord, in your mercy, remember our souls and the souls of our fathers and mothers, our brothers and sisters, our elders and teachers, our departed ones and all the faithful departed, the children of the holy and glorious church. Give rest to their souls, spirits, and bodies, and shed the dew of your mercy and compassion on them. Be to us and to them absolution and absolver of sins, O Christ our King, our Lord, the Lord of glory. Answer us, O Lord, and come to our aid and save us. In your mercy receive our praise, and keep us all free from all harm. Deliver us, Lord, from all chastisement, sin and loving kindness. O Lord, remove from us the dread scourge of your wrath. Make us worthy of the end that befits a Christian and is pleasing and proper to your divinity. We will offer praise and thanksgiving now and always and forever. Amen. O God the Father, before you who are invisible to angels and archangels, and before your Son who revealed himself to the world in his love, and before your Holy Spirit who purified the world by his abiding presence, and before the holy altar where divinity is proclaimed, and where the Holy Trinity abides, we offer this sacrifice that it may be for the pardon of offenses, the forgiveness of sins, the remission of all the transgressions of your flock, and for the rest and good remembrance of all the faithful departed. We will offer praise and thanksgiving to you, and to your Father, and to the Holy Spirit, now and always and forever. Amen. May the Lord accept your service and help us through your prayer. You receive from God pardon of offenses and forgiveness of sins in both the worlds forever. Amen. I, weak and sinful servant, confess and say, Holy is the Holy Father. Amen. Holy is the Holy Son. Amen. Holy is the living Holy Spirit, who allows the incense of his sinful servant and his mercy to our souls and the souls of our fathers and mothers, our brothers and sisters, our elders and teachers, our departed ones, and all the faithful departed, the children of the Holy Church, in both the worlds forever. Amen. Barakimor, divine wisdom is proclaimed. Let us stand respectfully and respond. We believe in one God, The Father Almighty, maker of heaven and earth, of all things visible and invisible. We believe in one Lord Jesus Christ, the only begotten Son of God,
eternally begotten of the Father, before all ages, light from light, true God from true God, begotten not made, consubstantial with the Father, through him all things were made. For us men and for our salvation, he came down from heaven, and by the Holy Spirit he was born of the Virgin Mary, and became incarnate. For our sake he was crucified under Pontius Pilate. He suffered, died, and was buried. On the third day he rose again, according to his holy will, and ascended into heaven, and is seated at the right hand of the Father. He will come again in great glory, to judge the living and the dead, and his kingdom will have no end. We believe in the Holy Spirit, the Lord, the giver of life to all, who proceeds from the Father, and who with the Father and the Son is adored and glorified. He has spoken through the prophets and apostles. We believe in the one holy, Catholic, and Apostolic Church. We confess one baptism for the forgiveness of sins. We look forward to the resurrection of the dead and the life of the world to come. Amen. See the time of petition and the time for remission. This is the time for worship, the proper time of God's mercy. Barikimor, Stomen Kalos. Lord, grant us in abundance your love, unity, and peace. We will offer praise and thanksgiving to you and to your only begotten Son and to your Holy Spirit, now and always and forever. Peace be with you. And with your spirit. Barikimor, let us give the holy and divine kiss of peace to each other in the love of our Lord and our God. O Lord God, make us worthy of this peace throughout our life. Let us bow our heads before the merciful Lord. We bow our heads before you, our Lord and our God. O God, shower your abundant grace on your servant who bow their heads before your holy altar. We will offer praise and thanksgiving to you and to your only begotten Son and to your Holy Spirit, now and always and forever. Amen. Lord, by this sacrifice which we offer you, keep away all evil thoughts from us. Through this we ask you to illumine our souls and purify our bodies. We will offer praise and thanksgiving to you and to your only begotten Son and to your Holy Spirit, now and always and forever. Amen. Barikimor, brethren, let us all meditate on this awe-inspiring holy Korbanah with true faith, piety, love, and reverence for this living and divine sacrifice which is being offered on behalf of us to God the Father,
The Lord of all things is for our peace and tranquility. This honor is blessings, peace, sacrifice, and thanksgiving. The love of God the Father, the grace of the only begotten Son, and the communion and abiding presence of the Holy Spirit be with you all, my brethren, forever. Amen. And with your spirit. Let our minds and thoughts and hearts be raised on high to Christ our God, who sits at the right hand of God the Father. Our minds, thoughts, and hearts are with the Lord our God. In fear and reverence, let us give thanks to the Lord. It is just and right to give thanks to the Lord in fear and reverence. Lord, the four-faced cherubim and six-winged seraphim gather round your divine presence, singing loud their pure and holy hymns of praise, saying, Holy, 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 Lord God Almighty, heaven and earth are full of your glory. Hosanna in the highest. Blessed is he who came and is to come in the name of the Lord. Hosanna in the highest. When the sinless one willingly prepared himself to accept death for us sinners, on the night he prepared for the life and salvation of the world, took bread in his pure and holy hands, and gave thanks to you, Heavenly Father. Marikimo. He blessed, sanctified, broke, and gave to his disciples, saying, Take and eat of it, this is my body, broken for you and for many, for the remission of sins and life eternal. Amen. Likewise, after supper, he took the chalice mixed with wine and water, and gave thanks to you, Heavenly Father. Marikimo. He blessed, sanctified, and gave to his holy apostles, saying, Take and drink of it, all of you. This is my blood of the new covenant, which is shed for you and for many, for the remission of sins and life eternal. Amen. Our Lord commanded, saying, Do this in remembrance of me whenever you celebrate this mystery, commemorating my death and resurrection until I come. Lord, your death we exalt, and your resurrection we proclaim. Your second coming we look for, and grant us your grace, O Lord. O Lord, your church commemorates all your works of salvation and waits your glorious second coming, when you will return to each one according to his deeds. On account of this, your church offers her prayers to you and through you, and with you she begs compassion from your Father. Have mercy on us, O God, the Father Almighty. O Lord, we are weak and sinful servants, the recipients of your grace, offer you praise
and thanksgiving for your loving mercy to and for all things, now and always and forever. We praise you, we bless you, we adore you, and we beg you, O Lord God, have pity and mercy upon us. Barakimor, my beloved, how holy and sacred is this moment when the living Holy Spirit descends from the heavenly heights and hovers upon and sanctifies this divine Corbono. Let us pray in fear and reverence. May peace and tranquility be with us all. Answer us, O Lord, answer us, O Lord, answer us, and have compassion and mercy on us, O Lord. Kyrie eleison, Kyrie eleison, Kyrie eleison. May the Holy Spirit come upon this bread and make it perfect, the body of Christ our God. And may he perfect the mixture in this chalice and make the blood of Christ our God. By the reception of this holy body and blood, may our souls be purified and may we become worthy of life eternal. We will offer praise and thanksgiving to you and to your only begotten Son and to your Holy Spirit, now and always and forever. Amen. Barakimor, again we pray for all the fathers who rule the churches of God in the four quarters of the world, especially those who shepherd us, the head and universal church, the Holy Father Pope Francis, the head and father of our church, Moranmor Basilios Klimis Catholicos, and our bishop, Abunmor Stephanos, and with them, let us pray for all the bishops of the true faith, and all priests, deacons, and ascetics, and for the entire Christian church. Let us pray to the Lord. O Lord, give your church peace and serenity, and grant a peaceful old age to shepherds. May we have eminent leaders in the church who would faithfully guide the flock. We will offer praise and thanksgiving to you and to your only begotten Son and to your Holy Spirit, now and always and forever. Amen. Barkimore, again we pray for the faithful and true Christian brethren, especially those now facing trials and tribulations. Let us pray to the Lord. O Lord, listen to the prayers of your faithful people and receive the offerings and sacrifice of your church. For you are pleased in sacrifice. We will offer praise and thanksgiving to you and to your only begotten Son and to your Holy Spirit, now and always and forever. Amen. Barkimore, again let us pray for our rulers and leaders, that they may lead us in truth and justice. Let us pray to the Lord. O Lord, grant peace to our rulers, protect us from the rule of jealous ones, and deliver us from the snares of our enemies. We will offer praise and thanksgiving to you, and to your only begotten Son and to your Holy Spirit, now and always and forever. Amen. Barikimor, again let us remember the holy, glorious, blessed, and ever Virgin Mary, the Mother of God, and with her let us remember our Father, the Apostle Thomas, the prophets, apostles, preachers, evangelists, martyrs, and confessors. May their intercessions be a stronghold to us. Let us pray to the Lord. O
O Lord, keep us under the protection of your saints and grant us their communion. Together with them we will offer praise and thanksgiving to you and to your only begotten Son and to Holy Spirit, now and always and forever. Barikimor, again let us remember the Holy Fathers and revered doctors who kept the one true apostolic faith undefiled and handed it over to us. May their prayer be a stronghold to us. Let us pray to the Lord. O Lord, confirm us the undefiled faith which our holy fathers handed over to us, and help us to remain faithful in them. Together with them we will offer praise and thanksgiving to you and to your only begotten Son and to your Holy Spirit, now and always and forever. Barakimor, again let us remember all those who departed from us in true faith and love. Let us beseech the Lord that he might grant them the pardon of offenses and forgiveness of sins, and that he might lead us and them into the heavenly kingdom. Let us pray to the Lord and say 3 times, Kyrie eleison. Kyrie eleison, Kyrie eleison, Kyrie eleison. Lord, do not remember the misdeeds of our faithful departed, for now one is sinless except your only begotten Son. Through him we hope to receive for us and for them forgiveness of sins and obtain mercy. O Lord, console and justify all the faithful departed in the true faith. Forgive all the offenses committed by them and by us before you, willingly or unwillingly, knowingly or unknowingly. O Lord, in your mercy forgive our trespasses and remove the burden of sin from us and from the departed. Be to us and to them the absolution and absolver of sins. May your glorious and blessed name be praised and hallowed with that of our Lord Jesus Christ and the Holy Spirit, by us and because of us, now and always and forever. Amen. As it was and is and shall remain from generation to generation to all ages, forever and ever. Peace be with you. And with your spirit. May the mercy of the great God, our Savior Jesus Christ, be with you all, my brethren, forever. O gracious Lord, at your door. Alleluia, alleluia. Our supplications now, but if you more glory eleison.
Merciful God, our Father, sanctify our bodies and souls, and purify our minds and hearts. We humbly pray you to open our lips, that we may call upon you. Let us pray together in loud voice. Our Father who art in heaven, Hallowed be thy name. thy kingdom come, thy will be done, on earth as it is in heaven. Give us this day our daily bread, and forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from the evil one. For thine is the kingdom, the power, and the glory, now and forever. Amen. Lord, protect and guide us in our temptation, and be always our help and support in our weakness. For the kingdom, the power, and the glory belong to you, and to your only begotten Son, and to your Holy Spirit, now and always and forever. Amen. Peace be with you. And with your spirit. Barakimor, before we receive the holy mysteries which have been offered, let us bow our heads before the merciful Lord. We bow our heads before you, our Lord and our O God. Lord, extend your invincible right hand and bless us. Deliver us from all consequence of sins, and make us worthy to participate in the divine mysteries of your Son. In and through him we offer you and your Holy Spirit praise and thanksgiving, now and always and forever. Amen. Peace be with you. And with your spirit. May the grace and mercy of the Holy and Glorious Trinity, uncreated, self-existent, eternal, worshipful and consubstantial, be with you all, my brethren, forever. Amen. Barakimor, let us stand in awe and reverence. Lord, have pity and mercy on us. Holy mysteries to the holy people. There is none holy but the one holy Father, the one holy Son, and the one Holy Spirit. Amen. Glory be to the Father, And to the Son, and to the living Holy Spirit, one God forever. Amen. let the one holy Father who created the universe in his mercy be with us. Amen. Let the one holy Son who redeemed it by his precious passion be with us. Amen. Let the one living Holy Spirit, the perfect of all that has been, that will be with us. Amen. Blessed be the name of the Lord forever, that we become God's children. Those who taught us during life, we shall recall to our minds. In your heavenly home, O Lord, give them eternal bliss with your holy and blessed ones. Praising to the King's daughter. Hallelujah. Oh, hallelujah.
Plead for us, your devotees, to your only begotten Son, that he has pity on us. So men call us Kyrie eleison. Peace be upon you, O princes. Archangel greeted us With you, Mary, is my Lord, and he is born of you. Barikimo. Subhola bolabaro roho kadisho. Like a ship carries its captain, you bore the King of Kings into honor, O Mary. In your blessed womb, Oriora Emelainu Agari. Your prayer for our sake. Mother of God, plead for us to your only Son, that he has pity on The us. just shall flourish like oil palms. Hallelujah. Like cedars of Lebanon, they shall grow. They shall sprout up in advanced age and grow. Hallelujah. Joy and wealth shall prosper through their lives. Barikimo. Subhola bolabarol rokadisho. Minaolam vada minaolam ulminami. Ure mambren somartoma. On earth as well as in heaven, let your prayers benefit those who celebrate your feast on earth. Domingados Kyrie eleison. Opportune time for prayer, O Martoma. Lead us, shepherd of your flock, it is proper. Raise your right hand like Moses, and bless your sheep, who were pleased always in your secret windows. Barikimo. Subhola bolabarol rokadisho. Praise to the Father who upheld you, Martoma. Likewise to the Son who honored your remembrance, and to the Spirit who crowns you adoration. May your praise
pities his children. Hallelujah. Likewise God his devotees. Men's like grass withers away. Hallelujah. And like lilies it blossoms. Shbola bola barol rokadisho. Minolam bada minolam ulminami. Trusting in your grace, O Lord. Your servants who departed, let them be raised by your call to paradise from their graves. The King who is to give life descended from heaven above and imparts life to all those who departed. And each one from his reign rises up with a new life, giving praises to him who vivifies forevermore. He who eats my body and who drinks my precious blood, never shall I leave him go to Sheol. For I came there and died, that he might live forever. Glory to the saying of our Savior. On the cross, so gracious Lord, your good wish the good thief God, grant them who died praising you, the Father, Son, and Holy Spirit. Let us proclaim in loud voice. Praise and adore be the Father, Son, and the Holy Spirit, from age to age and forever. Hallelujah. O Son of God, who came for our salvation, and will come for the resurrection and renewal of our race, may pardon come upon your servants from your atoning altar forever. Stretch forth, Lord God, your invisible right hand, and bless this assembly of your worshippers, who partake of your holy mysteries, for the pardon of offenses, forgiveness of sin, confidence in your presence, our Lord and our God, forever. May the blessings of our great God, our Savior Jesus Christ, beyond those who carry, give, and receive these mysteries. May the mercy of the Holy Trinity beyond those who have labored and have had part in them in both worlds forever. Like all of the body and blood of Christ our God is given to the people
for the pardon of offenses and the forgiveness of sins in both the worlds forever. Gazing at him, fiery angels do stand trembling, and you see him under the species of bread and wine. Angels moving lightning armor, looking at him. And men's they shine when they take him as bread and wine. Mysteries of the Son of God are fire in heaven above. Prophet Isaiah saw him and bears witness to us. These are the mysteries of divinity, and we ourselves, Adam's children, are nourished by them on his altar. The sanctuary of God is similar to the Glory to you, glory to you, glory to you, our Lord and our God forever. Lord Jesus Christ, let your holy body, which we have eaten, and your atoning blood, which we have drunk, be not for our judgment and condemnation, but for the life and salvation of us all. O Lord, have mercy on us all. The world, behold, worships you. All tongues shall sing your praises. You are the hope of the departed, and you are in resurrection. Hallelujah. O Lord, being satisfied in this divine banquet,
We praise your grace and are thankful for your love for mankind. We will offer praise and thanksgiving to you and to your only begotten Son and to your Holy Spirit, now and always and forever. Peace be with you. And with your spirit, Let us bow our heads before the merciful Lord. we bow our heads before you, our Lord and our God. O glorious and magnificent Lord God, you became man for the salvation of the human race. In your mercy shower your abundant blessings upon us. We will offer praise and thanksgiving to you and to our Father and to the Holy Spirit, now and always and forever. Bless us, O Lord Almighty, guard us, you our Creator. Show us kindly the living way, Lord, who is our protector. Go in peace, beloved brethren, as I commit you to the grace and mercy of the Holy and Glorious Trinity, with the provisions and blessings which you have received from the holy altar of the Lord. You who are near and living and departed, redeemed by the victorious cross of the Lord, and sealed with the sign of the holy baptism. May this Holy Trinity pardon your offenses and forgive your faults and give rest to the souls of your departed. May I, weak and sinful servant, obtain mercy and grace by your prayer. Go in peace, be glad and rejoice, and pray for me. May the Lord accept your sacrifice and help us by your prayers. Prayer for the canonization of the servant of God, Archbishop Maravanius. O triune God, the Father, the Son, and the Holy Spirit, we adore you, we praise you, and we glorify you. God the Father, in your infinite mercy and love, you fashioned the apostolic Malankara Syrian Catholic Church in the fullness of time. You appointed our venerable Archbishop Maravanius to nurture, lead, and build her up. You have made this virtuous father an instrument for the Malankara Catholic Church to experience peace, tranquility, and splendor of truth. In your loving providence, you make this church grow day by day in number and fervor. Our Lord, let the warmth of the love of our beloved Father, Maravanius, let the fragrance of his virtues and his quest for communion with you and your church be a source of inspiration for all people. May the Malankara Syrian Catholic Church, in communion with the universal church, be blessed with the fervor of intercession of yet another saint. We pray to you humbly, O Lord, raise your servant Maravanius, a saint in your holy church. May our all glorious and blessed name be praised and glorified by that of our Lord Jesus Christ and of the Holy Spirit, now and always and forever. Amen. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കത്തിച്ചു പിടിച്ച മെഴുകുതിരികളുമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെയും വ്യക്തിപരമായ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കാം. തിരുസഭയുടെ നിയോഗങ്ങളെ സമർപ്പിക്കാം. പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനയുടെ എല്ലാ നിയോഗങ്ങളെയും ഇറാഖിലെ സന്ദർശനത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ
എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശുഭോലാബോലബ്രോ വൽറൂഹോ കാദീശോ. കരുണ്യവാനായ കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി നീ തുറന്നു തരണമേ. ഞങ്ങളുടെ ശരണം നിന്നിലായിരിക്കുന്നതിനാൽ ഞങ്ങൾ ലജ്ജിച്ചു പോകുമാറാകരുതേ. നീ മുഖാന്തരം സകല ദുരിതങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷ പ്രാപിച്ച് വീണ്ടുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീ ആയിരിക്കുന്നതിനാൽ ഞങ്ങളോട് ദയുണ്ടാകണമേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യമായ തെറ്റുകളെയും കുറ്റങ്ങളെയും ഓർക്കരുതേ. ഞങ്ങളോട് നീ കോപിക്കുകയും അരുതേ. നിന്റെ കരുണയാലും മനുഷ്യ സ്നേഹത്താലും ഞങ്ങളെ കാത്തുകൊള്ളുകയും ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ നിരക്ഷിക്കുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവുമാകുന്നുവല്ലോ. നല്ലവനായ ഞങ്ങളുടെ കർത്താവേ, നിന്നെ പ്രസവിച്ച വിശുദ്ധ കന്യക മറിയാം അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മാതാവിന് തിരുസന്നിധിയിൽ ധൈര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ഉത്തമനായുള്ളോവേ, ദേതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നിക്ഷേപിത ചെപ്പും തളിർത്തോരഹറോൻ തൻ വടിയും നിൻ സാമ്യം ദൈവാചനനി അസ്പഷ്ടം നിബിയന്മാരും സസ്പഷ്ടം സ്ലേഹന്മാരും നിൻ സുതരഹസ്യം കാണിച്ചു സതതം സ്തുത്യേന. മഹാവിശുദ്ധ സ്ഥലത്തെ എല്ലാ പരിശുദ്ധന്മാരെയും കാൾ അത്യുന്നതനായി സ്ഥിതി ചെയ്യുന്ന വചനമായ ദൈവത്തെ പ്രസവിച്ചവളും സകലത്തേക്കാൾ മഹത്വമുള്ളവളുമായ മാതാവേ, ഞങ്ങളുടെ അപേക്ഷ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരെയും നിന്റെ മധ്യസ്ഥതയാൽ ദുഃഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിടുവിക്കണമേ. എല്ലാവിധ ദോഷകരമായ പ്രതികാരത്തിൽ നിന്നും രക്ഷിക്കണമേ. ഞങ്ങൾ നിന്റെ മുൻപാകെ ഉച്ചത്തിൽ കേണപേക്ഷിക്കുന്നു. കരുണയുടെ വാതിലെ സകല നന്മകളുടെയും ഭണ്ഡാരമേ, തന്നോടപേക്ഷിക്കുന്നവരെ ലജ്ജിപ്പിക്കാത്തവളുമായ ഞങ്ങളുടെ നാഥീം കന്യകയുമായ അമ്മേ, ഞങ്ങളെ സഹായിക്കുവാൻ നീ വേഗത്തിൽ എഴുന്നള്ളി വരണമേ. നിന്റെ സ്വീകാര്യ പ്രാർത്ഥന വഴിയായി ബലഹീനരായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തണമേ. മാതാവേ, നിന്റെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ കരകളെല്ലാം അയച്ചാത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വിചാരങ്ങളെ നിർമ്മലമാക്കുകയും ഞങ്ങളുടെ വഴികളെ നേരെയാക്കുകയും ചെയ്യണമേ. നിന്റെ മധ്യസ്ഥതയാൽ ക്ഷീണിതർ ശക്തി പ്രാപിക്കുമാറാകണമേ. ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ താങ്ങണമേ. ഞങ്ങളുടെ യുവതീവാക്കന്മാരെ പരിപാലിക്കണമേ. ഞങ്ങളുടെ പൈതങ്ങളെ ജ്ഞാനത്തിലും ദൈവഭയത്തിലും വളർത്തണമേ. ഞങ്ങളുടെ സമീപസ്ഥരെ കാത്തുകൊള്ളുകയും ദൂരസ്ഥരെ സമാധാനത്തോടെ തിരിച്ചു വരുത്തുകയും ചെയ്യണമേ. ദുർബലർക്ക് കരുണ ലഭിക്കണമേ. പാപികളുടെ കടങ്ങളും പാപങ്ങളും നീ ക്ഷമിക്കണമേ. മാതാവേ, നിന്റെ മാധ്യസ്ഥമൂത്തം പുരുഷന്മാർക്കും സുഹൃത സ്ത്രീകൾക്കും അഭയസ്ഥാനമായിരിക്കണമേ. വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് കരുണ ലഭിക്കുമാറാകണമേ. ദുഷ്ടമനുഷ്യരുടെ ഉപദ്രവത്തിൽ നിന്നും അസൂയയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ.
നിർദ്ദയരായ ജനങ്ങളെ ഞങ്ങളിൽ നിന്നും അകറ്റണമേ. തിരുസഭയും അതിൻ്റെ മക്കളും സംരക്ഷിക്കപ്പെടുമാറാകണമേ. മാതാവേ, നിന്നിൽ ആശ്രയിക്കുന്നവർ എന്നും സുരക്ഷിതരാകണമേ. ശ്രേഷ്ഠകരമാ നിന്റെ പരിശുദ്ധയുടെ മുൻപാകെ നിൽക്കുന്ന ഈ മക്കളുടെ അപേക്ഷകളെയും പ്രാർത്ഥനകളെയും ജാഗരണങ്ങളെയും സ്വീകരിക്കണമേ. ഇവരുടെ എല്ലാവിധ രോഗങ്ങളെയും സുഖപ്പെടുത്തണമേ. നിന്റെ കരുണയും കോട്ട് ഇവരെ ചുറ്റിക്കൊണ്ട് പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. നിന്റെ വിശുദ്ധിയുടെ മറ ഇവർക്ക് അഭയസ്ഥാനമായിരിക്കണമേ. രഹസ്യവും പരസ്യമായ ജീവിതത്തിലുണ്ടാകാവുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഇവരെ നിരക്ഷിക്കണമേ. ഞങ്ങളുടെ മാതാവേ, ഞങ്ങളെയും നിന്റെ പുരോഹിതന്മാരെയും ശമാശന്മാരെയും സന്യാസിനികളെയും ഇവിടെ സന്നിഹിതരായി ഞങ്ങളുടെ ഭവനങ്ങളിലുമായിരിക്കുന്ന ദൈവജനത്തെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ ശബ്ദമുയർത്തി 3 പ്രാവശ്യം കുരിയേലായിസോനെന്ന് ഏറ്റുചൊല്ലുന്നു. രക്ഷകനാം മിശിഹാ, ഞങ്ങൾ താൻ സൃഷ്ടാവാം ദേവാം പൈശാചിക ചതിയിൽ നിന്നങ്ങൾ കേകണമേ മുക്തി. ദുർസേനാവലയിൽ നിന്നും നീ രക്ഷിക്കണമേ. യാചിപ്പാൻ കൃപയെ നീയല്ലാതില്ലാരും ഏകണമേ പുണ്യം മോചനവും നിന്നടിയങ്ങൾക്കായി പൂർണ്ണശാന്തിയോമേ മൃതരായോർ. കുറിയേലായിസോ കുറിയേലായിസോ കുറിയേലായിസോ. നാഥ കൃപ ചെയ്തിടണമേ. നാഥ കൃപ ചെയ്തിടണമേ. നാഥ കൃപ ചെയ്തിടണമേ. നാഥ കൃപ ചെയ്യണ മലേവാൽ. നാഥ കൃപ ചെയ്യണ മലേവാൽ. നാഥ കൃപ ചെയ്യണ മലേവാൽ. നാഥ ഉത്തരമരുളണമേ. നാഥ ഉത്തരമരുളണമേ.
ഉത്തരമാരുളേണമേ. അമ്മേ പ്രാർത്ഥിച്ചിടണമേ, അമ്മേ പ്രാർത്ഥിച്ചിടണമേ, അമ്മേ പ്രാർത്ഥിച്ചിടണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ, നിനക്ക് സ്തുതി. പാറ ദൈവിക സൂര്യനുദീച്ചെന്ന ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിച്ച നമ്മുടെ കുഞ്ഞോളമ്മ മാൻഡിയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ വേർപാടിൽ ആ കുടുംബം മുഴുവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ആ ദാസനെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓർത്തുകൊണ്ട് പ്രത്യേകമായി ദൈവ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശുഭോല ബോല ബ്രോവൽ റൂഹോ ഖാദീശോ. ശരണത്താലേ നിൻ കൃപയിൽ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും മനുഷ്യരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാനിടയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ശാരീരികമായി മരിക്കുകയും തന്നെ മരണം മൂലം സകല പരേതരെയും ജയിപ്പിക്കുകയും ചെയ്ത ജീവനുള്ളവനും അരോപികളുടെയും സകല ശരീരങ്ങളുടെയും നാഥനുമായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവൻ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യുന്നവനും പാതാളത്തിലേക്ക് ഇറക്കുന്നവനും അവിടെ നിന്ന് കരയറ്റുന്നവനുമാകുന്നു. സർവശരീരികളെയും ദേഹികളെയും ആത്മാക്കളെയും തൻ്റെ കൈകളിൽ സംവഹിച്ചിരിക്കുന്നവനായ
ആ സർവ നന്മസ്വരൂപിയെ നമുക്ക് മഹത്വപ്പെടുത്താം. നിന്റെ ദാസന്റെ ഓർമ്മ കഴിക്കപ്പെടുന്നതായി ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങൾ ആയുസ്സോടെ ഇരിക്കുന്ന നാളുകളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അവന് യോഗ്യമാകുന്നു. കരുണയുള്ളവനും ഞങ്ങളുടെ കർത്താവുമായി ശമിശിഹായായ ദൈവമേ, നീ പ്രത്യക്ഷപ്പെട്ട സ്വർഗീയ മേഘങ്ങളിൽ എഴുന്നള്ളുമ്പോൾ ഗബ്രിയേലും മിഖായേലും തിരുവൻപാകെ കാഹങ്ങളെടുക്കുകയും പാറകൾ പിളരുകയും ശവകുടീരങ്ങൾ തുറക്കുകയും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ സൂര്യൻ ഇരുളുകയും ചന്ദ്രൻ മറയുകയും നക്ഷത്രങ്ങൾ മങ്ങിപ്പോവുകയും ചെയ്യും. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ഇളകുകയും സൃഷ്ടിയുടെ അന്യോന്യ ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ഭൂമി ശൂന്യാവസ്ഥയെ പ്രാപിക്കുകയും ആകാശവിധാനം മാറ്റപ്പെടുകയും ചെയ്യുന്ന അന്ത്യവിധിയുടെ ആ ഭയങ്കര സമയത്ത് കർത്താവേ, നിനദാസനിൽ ദയ തോന്നണമേ. നിനദാസനെ ന്യായം വിധിക്കുന്നതിനായി നിനക്ക് മനസ്സ് തോന്നരുതേ. എന്നാ നീ ഉത്തമനും ദാനങ്ങളിൽ സമൃദ്ധിയുള്ളവനും മനുഷ്യരോട് പ്രിയമുള്ളവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ഉയരേകുന്നോൻ രാജാ, എന്റെ ശരീരം ഭക്ഷിച്ച് മരമതിനുയേരെ കർത്താവേ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ ശുശ്രൂഷയെ സംബന്ധിച്ച് നിങ്ങളേവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും മരിച്ചുപോയ ഈ ദാസനെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ബലഹീനമായ കർത്താവേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്നെ സമാശ്രം കേൾക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുമാക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഈ വരുന്ന വെനസ്ഡേയിൽ നമുക്കറിയാം മിഡ് ഡേ ഓഫ് ലെൻഡാണ്. വൈകുന്നേരം വെനസ്ഡേ ഈവനിങ്ങിൽ 6:30 വിശുദ്ധ കുർബാനയും നമ്മുടെ ഗോകുൽത്ത സ്ഥാപനവും ഉണ്ട്. അന്ന് തീർച്ചയായും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ കടമുള്ള ദിവസമാണ്. സാധിക്കുന്നവർ വിശുദ്ധ കുർബാനയിൽ വെനസ്ഡേ ഈവനിങ്ങിലെ മാസിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. Our MCYM conducting a retreat for our MCYM and for our Sunday school kids on March 20th. For the youth session 3 to 6:30 p.m. നമ്മുടെ പോളച്ചനാണ്, പോൾ ചുരത്തൊട്ടിയിലച്ഛനാണ് ക്ലാസ് എടുക്കുന്നത്. പോലെ സിസ്റ്റർ ഡിയന CMC രണ്ടുപേരാണ് യൂത്തിൻ്റെ ക്ലാസ്സുകൾ നയിക്കുന്നത്. പോലെ ഫോർ സൺഡേ സ്കൂൾ കിഡ്സ് 1 p.m. to 3 p.m. സിസ്റ്റർ ഡിയന CMC ആണ് ക്ലാസ് എടുക്കുന്നത്. തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളെ ആ റിട്രീറ്റിൽ സംബന്ധിപ്പിക്കുവാൻ സൂം മീറ്റിംഗ് വഴിയാണ്. അതുകൊണ്ട് നമ്മുടെ ഭവനത്തിലായിരുന്നു കൊണ്ട് അതിൽ പങ്കെടുക്കുവാൻ മാതാപിതാക്കന്മാർ
അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. മാർച്ച് 20 സാറ്റർഡേ. അതിൻ്റെ ഡീറ്റെയിൽസ് MCOM പ്രസിഡൻ്റ് എല്ലാവർക്കും അയച്ചിട്ടുണ്ട്. അതുപോലെ ദേ ആർ പ്ലാനിങ് ടു കണ്ടക്ട് എ ഫുഡ് ഡ്രൈവ് ഫോർ ദ ഹോംലെസ് പീപ്പിൾ. ആ ഫുഡ് ഡ്രൈവിൽ തീർച്ചയായും ഈ ലണ്ടൻ സീസണിൽ നമുക്കറിയാം ഒത്തിരിയേറെ ചാരിറ്റി വർക്കുകൾ നമ്മൾ ചെയ്യാറുണ്ട്, ചാരിറ്റി കളക്ഷൻ നടത്തുന്നുണ്ട്. അതിനകത്ത് അവരെ സഹായിക്കുവാൻ എല്ലാവരെയും പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ക്യാൻ ഫുഡോ അതുപോലെയുള്ള ഡൊണേഷൻസോ കൊടുത്ത് അവരെ സഹായിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. ഒത്തിരിയേറെ മനുഷ്യർ ഇന്നത് ആവശ്യമുള്ളവരുണ്ട് നമ്മുടെ ചുറ്റുപാടും. അപ്പോൾ തീർച്ചയായും അവരെ കൂടി സഹായിക്കുവാൻ നമ്മൾ മനസ്സ് കാണിക്കുക. നമുക്കറിയാം ലണ്ടൻ റിട്രീറ്റിൽ ലണ്ടൻ സീസണിൽ നമ്മളൊരു കളക്ഷൻ എടുക്കാറുണ്ട്. ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ പ്രത്യേകമായ ഡൊണേഷനിൽ എല്ലാവരും സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലെ നമുക്കറിയാം നമ്മുടെ ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണങ്ങൾ, അതിൻ്റെ വിൻഡോസിൻ്റെ റീപ്ലേസ്മെൻറ്റ് എല്ലാം നടക്കുകയായിരുന്നു. ഒത്തിരി സന്തോഷം. നമ്മുടെ എല്ലാ കുടുംബങ്ങളും, മിക്കവാറും എല്ലാ കുടുംബങ്ങളും അതിനകത്ത് സഹകരിക്കുന്നു. അവർ ഓരോ വിൻഡോസ് ഡൊണേറ്റ് ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിച്ചു. എല്ലാ വിൻഡോസും നമ്മുടെ കുടുംബങ്ങൾ തന്നെ അത് ഡൊണേറ്റ് ചെയ്തു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇനി ആർക്കും ചാൻസ് ഇല്ല, അത് ക്ലോസ് ചെയ്തു എന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായ നന്ദി. അതിൻ്റെ എല്ലാ പണികളും പൂർത്തിയാകുവാൻ കുറച്ചുകൂടി സമയമെടുക്കും. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ദേവാലയം ഒത്തിരി അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഒത്തിരി സന്തോഷം നൽകുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ, ഞായറാഴ്ചകളിലെ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തം, നമുക്കറിയാം എല്ലാവർക്കും വാക്സിനൊക്കെ കിട്ടാൻ തുടങ്ങി. ഇനിയും ദേവാലയത്തിൽ വരാം, പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഹോളി വീക്കൊക്കെ കടന്നു വരികയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ലണ്ടൻ സീസണിലെങ്കിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മുതിർന്നവർക്ക് ധ്യാനവും റിട്രീറ്റും എല്ലാം സംഘടിപ്പിക്കണമെന്നുണ്ട്. നിങ്ങൾ എത്ര പേര് വരുമെന്ന് ഉള്ള ഭീതി കൊണ്ടാണ് ഞാനത് മുതിരാത്തത്. തീർച്ചയായും നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായും ഒരു സൺഡേയിലെങ്കിലും ഒരു റിട്രീറ്റ് സംഘടിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.